അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉംറക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നൊക്കെ കൂടിയിട്ട് വീണ്ടും ഒന്നിച്ച് കൂടിയതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളിതാ ഉംറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ ഏതൊക്കെ ദിക്കിൽ കിടുന്നവരൊക്കെയാണ് ഒന്നിച്ച് 10-15 ദിവസം താമസിച്ചത്. അപ്പോൾ വരുന്ന സമയത്തേക്കാണ് എല്ലാവരും ഒന്ന് അടുപ്പായത്. ഞങ്ങൾ 4-5 സിസ്റ്റേഴ്സ് കസിനോ കൂടിയിട്ട് 4-5 പേര് കൂടാതെ ബാക്കി ഉള്ളവരെല്ലാം കൂടി വരുന്ന സമയത്തേക്കൊക്കെ നല്ല അടുപ്പായി. ഒരു പരിചയമില്ലാത്തവർ നമ്മൾ കൂടപ്പിറപ്പുകളെ പോലെയൊക്കെ ആയപ്പോൾ വന്നിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങളതിലൂടെ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളും ഫോട്ടോസ് അയക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കാണണം, എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൂടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നപ്പോൾ അങ്ങനെ ഒരു അവസരമാണ് ഇപ്പം ഇന്ന് ഒത്തു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരു സൂറാത്താന്ന് പറയും, ആ താത്തയാണ് ഇതിന് മെയിനായിട്ട് ഒരുങ്ങിയതും എല്ലാവരും വിളിച്ച് കൂട്ടിയതും ഒരുമിപ്പിച്ചതൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നിപ്പോൾ അതാ ഞങ്ങൾ നമ്മളെ പുഞ്ചപ്പാർക്കിൽ വെച്ചിട്ട് ഒന്നിച്ച് കൂടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ പുഞ്ചപ്പാർക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉംറ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയപ്പോൾ ഈ പുഞ്ചപ്പാർക്കിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പുഞ്ചപ്പാർക്കിൽ കൂടിയാലോ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ലോങ്ങിൽ നിന്നാണ് അവരെല്ലാവരും കൂടി വണ്ടി വിളിച്ചിട്ടൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഇതാ ഞങ്ങളും ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും വലിയൊരു വണ്ടിയിൽ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഉംറക്ക് പോയവർ മാത്രമല്ല കേട്ടോ, അവരെ ഫാമിലിയിലുള്ള കുട്ടികളെയും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ചായക്ക് ചില സമയത്ത് പുഞ്ചപ്പാർക്കിൽ തിരക്കുണ്ടാവാറുണ്ട്, ചായക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നവർ വാങ്ങിയിട്ടാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ബെഞ്ചിൽ ഇങ്ങനെ സെറ്റാക്കുകയാണ്. അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. നെയ്യപ്പം, ഉണ്ണിയപ്പം, ഇഡലിയപ്പം, പിന്നെ ബേക്കറി ഐറ്റംസുകൾ, എന്താ പറയുക, പൊട്ടറ്റോ ചിപ്സ്, അതുപോലെ തന്നെ തേൻമിഠായി, ചക്കരമത്ത, വെള്ളം കലക്കിയത്, മാങ്ങാ ജ്യൂസ്, ചായ, അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ, കോഴിമുട്ട പുഴുങ്ങിയതും അതിലേക്ക് ചമ്മന്തിയും, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ഒരു സിസ്റ്റർ മിച്ചർ ഹോം മെയ്ഡായി ഉണ്ടാക്കി കൊടുക്കുന്ന മിച്ചറായിരുന്നു, അതും എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി. എല്ലാ പലഹാരങ്ങളും, കോഴിവട, അങ്ങനെ തരിയുണ്ട, അങ്ങനെ പല പല സ്പെഷ്യൽ ഐറ്റംസുകൾ എല്ലാതും നല്ല ഒന്നിനൊന്ന് മെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടിഷ്യൂ, ഞങ്ങൾ അത് വിളമ്പാൻ പറ്റിയൊരു പാത്രം, കുറച്ച് വലിയ ഡിസ്പോസിബിൾ പ്ലേറ്റ് കയ്യിൽ കരുതാൻ പറ്റിയില്ല, അത് വിട്ടുപോയി. അപ്പോൾ അതിന് പകരം ടിഷ്യൂ പേപ്പർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്, എല്ലാത്തിൽ നിന്നും എടുത്തിട്ട്. അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ യഥേഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും കുറച്ച് നേരം സംസാരിക്കാനിരുന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണല്ലോ, ചെറിയ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവരൊക്കെ പാർക്കിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പുഞ്ചപ്പാർക്കിൽ കുറച്ച് മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ച ആയ സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അന്ന് ഇപ്പോൾ ഈ കാണുന്ന ബട്ടർഫ്ലൈ, അതുപോലെ ഈ അമ്പിളിമാമൻ, അങ്ങനെയുള്ള ഒന്നും അന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു ബോട്ട് 50 രൂപയാണ് അതിൻ്റെ ചാർജ്. അങ്ങനെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ പുഞ്ചപ്പാർക്കിൽ വന്നിട്ടുണ്ട്. ചില സമയത്ത് നല്ല തിരക്കാണ്, ഇന്ന് അധികം തിരക്കൊന്നും കാണുന്നില്ല. ഞങ്ങൾ തന്നെ കുറേ പേരുണ്ടായിരുന്നു, അത് ആയപ്പോഴാണ് ഒരു തിരക്കൊക്കെ ആയത്. 5ാമത്തെ തവണയാണ് കേട്ടോ പുഞ്ചപ്പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ അതാ അവിടെ എല്ലാവരും ചായ കൂടിയും സംസാരമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. എന്തായാലും നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. കാരണം 10-15 ദിവസം ഒരുമിച്ച് ഉംറക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നവർ പിന്നെ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായി. കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല, എന്നാലും 30 പെണ്ണുങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ പോയത്. അതിലൊരു 3/4 ഭാഗം ആളുകളും ഒന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലിയും എല്ലാവരും ഞങ്ങൾക്ക് പരസ്പരം കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അങ്ങനെ അൽഹംദുലില്ലാ നല്ല റാഹത്തായി. ഇനി എല്ലാവരും ഇതാ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതവിടെ നാടൻ വെള്ളരി, അതുപോലെ പടവലങ്ങ ചുരക്ക, കുമ്പളങ്ങ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പുഞ്ചപ്പാർക്കിൽ ഉംറ ടീമിനോട് ഒന്നിച്ച് കൂടിയ വിശേഷങ്ങൾ. അപ്പോൾ ഇത്തിരി നേരമാണെങ്കിൽ കൂടെ ഒത്തിരി സന്തോഷം കിട്ടിയൊരു ദിവസമായിരുന്നു. ഇനിയും അതുപോലെ നല്ല സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാനും പങ്കെടുക്കാനൊക്കെ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ എന്ന ദുആയോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.